ഇത് എവിടെയെങ്കിലും കൂടെ കള. നോക്കാം. മാഡം, pardon me for not saluting you. I'll make it up to you. And I bet you will walk wrong for a week. ചേച്ചി എന്ത് മൂഞ്ചിയ സിനിമ വെച്ചിട്ടാണ് നിങ്ങൾ നമ്മളെ മമ്മൂക്കേനെ വലിയതാക്കി. കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങളെ സിനിമ 8 നിലയിൽ പൊട്ടി, ടോക്സിക് 8 നിലയിൽ പൊട്ടി. അതിനുള്ളൊരു സൂചനയാണ് സിനിമ. പാവം പാർവതി ചേച്ചി, പാവം എന്ത് പറയാനാ, അതിനെയും പറ്റിച്ച് നിങ്ങളൊരു കന്നഡ സിനിമ വലിയ യഷിനെയൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഒരു നിലപാട് വേണം. നിങ്ങൾക്ക് നിലപാടില്ല. നിങ്ങളെ സിനിമ 8 നിലയിൽ പൊട്ടട്ടെ എന്ന് ഞാനാണ് ആദ്യം പ്രാർത്ഥിച്ചത്. എന്തായാലും സന്തോഷം, പൊട്ടിപ്പണ്ടാരടങ്ങി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവട്ടെ. നിവിൻ പോളീനെ പറ്റിച്ച്, ഇപ്പം യഷിനെയും പറ്റിച്ച്, ഇനിയിപ്പോൾ ആര് നിങ്ങൾക്ക് ഡേറ്റ് ചെയ്തു? ദളപതി വിചേണ്ണനും കൂടി ഉണ്ടെങ്കിൽ പുള്ളിയും ഇപ്പം മൂഞ്ചി അവസ്ഥ ആവേനു. സത്യം പറഞ്ഞാൽ അങ്ങേരൊക്കെ രക്ഷപ്പെട്ടെ. ഇനിയിപ്പോൾ സൂര്യണ്ണനെ പിടിക്കാൻ പോകാറുണ്ട്. അദ്ദേഹം അല്ലാതെ തന്നെ അൾട്രാവയലൻസ് ബോംബ് എടുക്കല്. എന്തായാലും കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് എത്ര കാലം വൈകിയാലും തിരിച്ച് കിട്ടിയിരിക്കുന്നത് ഇതാണ് പറയുക. കർമ്മ ഈസ് എ ബൂമറാങ്. എന്തായാലും കൊടുത്താൽ കൊല്ലത്ത് കിട്ടിയെന്നില്ല. അന്ന് എന്തൊക്കേനി നിങ്ങൾ ഇപ്പം അടിച്ച അണ്ണാക്കിൽ കിട്ടിയില്ലേ? അപ്പം എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, പടം ഊമ്പിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഗീത ചേച്ചീൻ്റെ പൈസയും പോയി, യശ് എന്ന നടൻ്റെ വിലയും പോയി. ഇവിടെ ജയിച്ചിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. തട്ട് താണന്നെ ആയിരിക്കും. ഇപ്പം 2ഓളം 5ഓളം ഉണ്ട് ആളെ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇനി കുറേ കാലം വീട്ടിലിരിക്കുക ചേച്ചിക്കും യഷിനൊക്കെ. യഷിന് ഇനി അവസരങ്ങൾ കിട്ടിയിരിക്കും, ചേച്ചിക്ക് ഇനി തീരെ ഒരു നടന്മാർ പോലും അവസരം കിട്ടില്ല. എന്നാൽ ഈ ഓണം മെഗാസ്റ്റാർ മമ്മൂക്ക തൂക്കി.